ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ 10th ലെവൽ പ്രിലിംസിൻ്റെ ആദ്യഘട്ടത്തെയും അതുപോലെ തന്നെ ക്യാൻസൽ ചെയ്ത രണ്ടാമത്തെ ഘട്ടത്തിലും കേരള പേസ് ചോദിച്ചിട്ടുള്ള കറണ്ട് അഫേഴ്സിലെയും അതുപോലെ തന്നെ സ്പോർട്സിലെയും ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാണ് പ്രധാനമായും ഡീകോഡ് ചെയ്യുന്നു. അതിൻ്റെ കണക്റ്റഡ് ഫാക്റ്റും ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് എങ്ങനെയായിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്ന കാര്യങ്ങൾ ഇതിനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, മൊത്തത്തിലൊന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യ പ്രിലിംസിൻ്റെ സ്റ്റേജ് 1 ആദ്യ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം അല്ലേ, ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നാണ് ചോദ്യം. ഇത് ശരിക്കും പറഞ്ഞാൽ 2017 ഒരു ഫാക്റ്റാണ്. 2017 കൊൽക്കത്തയിൽ എന്ത് ചെയ്യുന്നത്, കൊൽക്കത്തയിൽ നിലവിൽ വരുന്നു ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം. അപ്പോൾ ഇന്ത്യയുടെ ആദ്യ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്, അത് കൊൽക്കത്തയിലാണ് എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്തു വെച്ചേക്കുക. 2017 ഒരു ഫാക്റ്റാണത്. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെ എന്നാണ് ചോദ്യം. ഇത് ശരിക്കും പറഞ്ഞാൽ മെയ് മാസത്തെ ഫാക്റ്റാണ്. 2026 മെയ് മാസത്തെ ഫാക്റ്റാണത് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടക്കുന്നത് എവിടെയെന്ന് വെച്ചപ്പോൾ എവിടെയാണ്, അത് ഈ പറയപ്പെടുന്ന ബംഗളൂരുവിലാണ്. ഓപ്ഷൻ എ ബംഗളൂരുവിലാണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ അത് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ഒരു വേദികൾ നമുക്ക് അവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. വേദികളിൽ നിന്നൊക്കെ ചോദ്യം വരുന്നുണ്ട്. അതായത് നമ്മുടെ പ്രഥമ AI ഉച്ചകോടി, പ്രഥമ AI, ഇപ്പോൾ AI പറ്റി ഇവിടെ വന്നതുകൊണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവിടെ വന്നതുകൊണ്ട് പ്രഥമ AI ഉച്ചകോടി നടക്കുന്നത്, പ്രഥമ AI ഉച്ചകോടി ലോകത്തിലെ തന്നെ ലോകത്തിലെ തന്നെ ആദ്യ AI ഉച്ചകോടി നടന്നത് എവിടെ എന്നാണ് ചോദ്യം. അത് നമ്മുടെ UK-യിലാണ് അല്ലെങ്കിൽ ബ്രിട്ടനിലാണെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. ബ്രിട്ടനിൽ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലച്ച്ലി പാർക്ക് അത് ബ്രിട്ടനിലാണ്. അത് വർഷം 2023 അങ്ങനെയെങ്കിൽ 2025 ഏറ്റവും ഒടുവിലായിട്ട് AI ഉച്ചകോടി, 2025 AI ഉച്ചകോടിയുടെ വേദി എവിടെ എന്നാണ് ചോദ്യം. അത് പാരീസ് ആണ്. അത് പാരീസ്, ഫ്രാൻസ്. അപ്പോൾ ഫ്രാൻസിലെ പാരീസിൽ വെച്ചാണ് 2025 AI ഉച്ചകോടി നടക്കുന്നത്. അങ്ങനെയെങ്കിൽ ചോദ്യം വരുന്നു, നമ്മുടെ പരിസ്ഥിതി ദിനത്തിൻ്റെ വേദി എവിടെ, 2026 പരിസ്ഥിതി ദിനത്തിൻ്റെ വേദി എവിടെ എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്, അത് ബാക്കു ആണ്. അസർബൈജാനിലെ ബാക്കു ആണ് 2026 പരിസ്ഥിതി ദിനത്തിൻ്റെ വേദി. അങ്ങനെയെങ്കിൽ 2026 യോഗാ ദിനത്തിൻ്റെ വേദി എവിടെ എന്ന് ചോദിച്ചപ്പോൾ അത് കൊൽക്കത്തയാണ്. അപ്പോൾ 2026 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ വേദി എവിടെ എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്, കൊൽക്കത്തയാണ്. അതുപോലെ തന്നെ 2026 പരിസ്ഥിതി ദിനത്തിൻ്റെ വേദി എവിടെ എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്, അത് ബാക്കു ആണ്. അത് അസർബൈജാനിലെ ബാക്കു ആണ് എന്ന കാര്യം ഓർക്കുക. അങ്ങനെയെങ്കിൽ അവിടെ ചോദ്യം വരുന്നു, G20 2026 G20 ഉച്ചകോടിയുടെ വേദി, അത് മിയാമി വിച്ച് ഈസ് ഇൻ അമേരിക്കയിലെ മിയാമിയിലാണ്. അങ്ങനെയെങ്കിൽ G7 ഉച്ചകോടിയുടെ വേദി, അത് 52ാമത് G7 ഉച്ചകോടിയാണ്. എൻ്റെ വേദി ഫ്രാൻസും. അങ്ങനെയെങ്കിൽ ബ്രിക്സിൻ്റെ വേദി എവിടെയെന്ന് അറിയണം. ബ്രിക്സ് 18ാമത് ബ്രിക്സ് സമ്മിറ്റാണ് 2026 നടക്കുന്നത്. അതിൻ്റെ വേദി ഇന്ത്യയുമാണ് എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ നോക്കുക. അപ്പോൾ G20 മിയാമി അമേരിക്ക, G7 ഫ്രാൻസ് ആണ്. ബ്രിക്സ് 18ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യയാണ് എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഒന്ന് ഓർത്ത് വെച്ചേക്ക്. ഇനി AI പറ്റി പറയുമ്പോൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി പറയുമ്പോൾ, ദ ഫസ്റ്റ് AI മിനിസ്റ്റർ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ തന്നെ ആദ്യ AI വകുപ്പ് മന്ത്രി വരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സംസ്ഥാനം AI വകുപ്പ് രൂപീകരിക്കുന്നത് കേരളമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഒരു വയോജന വകുപ്പ് രൂപീകരിക്കുന്നത്, അത് ചോദിച്ചു ഈ പരീക്ഷയിൽ ചോദിച്ചു. അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ AI വകുപ്പും അതുപോലെ തന്നെ വയോജന വകുപ്പ് രൂപീകരിക്കുന്നു. AI വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണത്, PK കുഞ്ഞാലിക്കുട്ടിയാണ് നിലവിൽ കേരളത്തിലെ AI വകുപ്പ് മന്ത്രി. ഇന്ത്യയിലെ തന്നെ ആദ്യ AI വകുപ്പ് മന്ത്രിയാണ് PK കുഞ്ഞാലിക്കുട്ടി എന്ന കാര്യം ഓർക്കുക. അപ്പോൾ അത്രയും പോയിന്റ്സ്
വേദികളുമായി ബന്ധപ്പെട്ട് ഓർത്തു വെച്ചേക്കാം. അങ്ങനെയെങ്കിൽ ചോദ്യം വരുന്നത് 2025 ഓടക്കുഴൽ പുരസ്കാരം നേടിയത് ആര് എന്നാണ് ചോദ്യം. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് അത് മറ്റാരുമല്ല ഇ.പി. രാജഗോപാലൻ. അദ്ദേഹത്തിന്റെ ഉൽക്കഥ എന്ന് പറയപ്പെടുന്ന കൃതിക്കാണ് ഇ.പി. രാജഗോപാലിന് 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്റെ ചോദ്യം വരുന്നു, 2025 എഴുത്തച്ഛൻ പുരസ്കാരം 2025 എഴുത്തച്ഛൻ പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് KG ശങ്കരപ്പിള്ളയാണ്. അദ്ദേഹത്തിന്റെ നമുക്കറിയാം സമഗ്ര സംഭാവനയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കൃതി ഓർത്തു വെച്ചിരിക്കുക, ബംഗാൾ എന്ന് പറയുന്ന കൃതി അദ്ദേഹത്തിന്റെ കൃതിയാണ് ഓർത്തു വെച്ചേക്കണേ. ബംഗാൾ എന്ന് പറയുന്ന കൃതി ആ മനുഷ്യന്റെ കൃതിയാണ് ഓർത്തു വെച്ചേക്കണേ. അങ്ങനെയെങ്കിൽ വയലാർ പുരസ്കാരം ഏറ്റവും ഒടുവിലായിട്ട് കൊടുക്കുന്നത് 49ാമതാണ്. 49ാമത് വയലാർ പുരസ്കാര ജേതാവ് തപോമയുടെ അച്ഛൻ എന്ന കൃതിക്ക് ലഭിക്കുന്നു. ആര്? ഇ സന്തോഷ് കുമാർ. കൃതിയുടെ പേര് തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് ഇ സന്തോഷ് കുമാറിന് എന്ത് ലഭിക്കുന്നത്? 49ാമത് വയലാർ പുരസ്കാരം ലഭിക്കുന്ന കാര്യം ഓർക്കുക. അങ്ങനെയെങ്കിൽ ചോദ്യം വരുന്നു, ONV പുരസ്കാരം 2026 ONV പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ് കേട്ടോ. 2026 ONV പുരസ്കാര ജേതാവ് എം മുകുന്ദൻ. അങ്ങനെയെങ്കിൽ ഹരിവരാസനം പുരസ്കാരം 2026 ഹരിവരാസനം പുരസ്കാര ജേതാവ് ഒരു നാദസ്വര വിദ്വാനാണ്. പേര് തിരുവിഴ ജയശങ്കർ. അപ്പൊ തിരുവിഴ ജയശങ്കർ എന്ന നാദസ്വര വിദ്വാനാണ് തിരുവിഴ ജയശങ്കർ. അദ്ദേഹത്തിനാണ് ഹരിവരാസനം പുരസ്കാരം ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ജ്ഞാനപീഠ പുരസ്കാരം 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടുന്നു കവി പേരരസ് വൈരമുത്ത്. തമിഴ് കവിയായിട്ടുള്ള കവി പേരരസ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വൈരമുത്തുവാണ് കാര്യം ഓർക്കുക. അങ്ങനെയെങ്കിൽ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എത്രാമതാണ്? 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് മേതിൽ രാധാകൃഷ്ണനാണെന്ന് കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്തു വെച്ചേക്കുക. അപ്പം അത്രയും എന്ത് ചെയ്യുക, ഒന്ന് കണക്ട് ചെയ്ത് അവിടെ ഓർത്തു വെച്ചേക്കുക. പുരസ്കാരങ്ങളൊക്കെ ഉറപ്പാണ്. നമ്മൾ ആ 7 മണിക്കൂർ മാരത്തോൺ വീഡിയോയിൽ പുരസ്കാരങ്ങൾ കൃത്യമായിട്ട് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അടുത്ത പോയിന്റ്, കേരള സർക്കാരിന്റെ പരമോന്നതമായ കായിക ബഹുമതി നമുക്ക് എല്ലാവർക്കും അറിയാം, അത് സ്പോർട്സ് എന്നുള്ള ഫാക്റ്റാണ്. അത് GV രാജ പുരസ്കാരമാണ്. അത് പറയുമ്പോൾ ദ ഹയസ്റ്റ് സ്പോർട്ടിംഗ് ഓണർ ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ പരമോന്നതമായ കായിക ബഹുമതി, ഇന്ത്യയുടെ പരമോന്നതമായ കായിക ബഹുമതി ഏത് എന്നാണ് ചോദ്യം. ഇന്ത്യയുടെ പരമോന്നതമായ കായിക ബഹുമതി ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരമാണ്. പുരസ്കാരമാണെന്ന കാര്യം ഓർക്കുക. ഇതിന്റെ ആദ്യകാല നാമം എന്ത് എന്ന് ചോദിച്ചപ്പോൾ എന്താണ്? അത് നമ്മുടെ ആരുടെ പേരല്ല, രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം എന്നാണ് ഇതിന്റെ ആദ്യകാല നാമം. 1991-92 കാലഘട്ടത്തിലാണ് ഈ പുരസ്കാരം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ ആദ്യ ജേതാവ് എന്നറിയപ്പെടുന്ന, ഫസ്റ്റ് വിന്നർ എന്നറിയപ്പെടുന്ന ആരാണ്? അത് സാക്ഷാൽ വിശ്വനാഥൻ ആനന്ദാണ് അതിന്റെ ആദ്യ ജേതാവ് എന്ന് പറയുന്നത്. വിശ്വനാഥൻ ആനന്ദാണ്. അതുപോലെ തന്നെ ഇപ്പൊ 2024 ഈ പറയുന്ന പുരസ്കാരം 4 പേർക്കാണ് ലഭിക്കുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് കൊടുത്ത് 2024 4 പേർക്ക് ലഭിക്കുന്നു. 4 പേര് ആരൊക്കെയാ? ഒന്ന് നമ്മുടെ ഡി ഗുഗേഷ് ആണ്. ഒന്നാമത്തെ വ്യക്തി ഡി ഗുഗേഷ് ആണ്. ഈ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുഗേഷ്. രണ്ടാമത്തെ വ്യക്തി അത് മനു ഭാക്കർ ആണ്. ഷൂട്ടിംഗ് താരമായിട്ടുള്ള മനു ഭാക്കർ ആണ്. മൂന്നാമത്തെ താരം ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന ഹർമൻപ്രീത്
സിംഗ് ആണ്. അതുപോലെ തന്നെ 4ാമത്തെ ജേതാവ് പ്രവീൺ കുമാർ ആണ്. പ്രവീൺ കുമാർ. ഈ പ്രവീൺ കുമാർ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാരാലിമ്പിക് ഹൈ ജമ്പ് താരം. ഹൈ ജമ്പ് താരം ഓർത്തു വച്ചേക്കണേ. 2024 ഖേൽരത്ന പുരസ്കാരം ലഭിച്ച പ്രവീൺ കുമാർ താഴെ പറയുന്നവയിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? ഹൈ ജമ്പ് താരമാണെന്ന കാര്യം എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്രയും പോയിന്റ് നമ്മുടെ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒന്ന് ഓർത്ത് വച്ചേക്കുക. ക്ലിയർ ആണ്. ഇനി ഈ പറഞ്ഞ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം 1991-92 കാലഘട്ടത്തിലാണ് നൽകപ്പെടുന്നത്. ഇതിന്റെ ആദ്യകാല നാമമായിരുന്നു അത്. എന്നാൽ ഈ പേര് മേജർ ധ്യാൻചന്ദ് എന്ന് റീനെയിം ചെയ്യുന്നത് 2021 ഹോക്കി മാന്ത്രികനായ മേജർ ധ്യാൻചന്ദിന്റെ പേരിൽ എന്ത് ചെയ്യുന്നത്? റീനെയിം ചെയ്യുന്നത് എന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഒന്ന് ഓർത്ത് വച്ചേക്കുക. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതിലോട്ട് വരാം. അതുപോലെ സന്തോഷ് ട്രോഫി ഇവിടെ കാണുന്നുണ്ട്. സന്തോഷ് ട്രോഫി പറ്റി പറയുമ്പോൾ ഒരു പോരി ഓർക്കുക. ഇത്തവണത്തെ സന്തോഷ് ട്രോഫി ഇന്ന് ചോദിച്ചതാണ് പരീക്ഷ. സന്തോഷ് ട്രോഫി ജേതാവ് സർവീസസ് ആണല്ലേ. കേരളത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് സന്തോഷ് ട്രോഫി കിരീടത്തിൽ മുത്തമിടുന്നു സർവീസസ്. ഓർത്ത് വെച്ചേക്കുക. അടുത്ത പോയിന്റിലേക്ക് വരാം. 16ാമത് കേരള നിയമസഭ. വളരെ വിശദമായിട്ട് നമ്മൾ പഠിപ്പിച്ച ടോപ്പിക്കാണ് 16ാം കേരള നിയമസഭ എന്ന് പറയുന്നത്. 16ാം കേരള നിയമസഭയുടെ തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് എന്നാണ് ചോദ്യം. 2026 കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ മാസം 9-ാം തീയതി അല്ലേ. അപ്പൊ 2026 കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ മാസം 9-ാം തീയതിയാണ് 16ാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിന്റെ ഫലപ്രഖ്യാപനം വരുന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2026 മെയ് മാസം 4-ാം തീയതി റിസൾട്ട് വരുന്നു. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 പേർ സത്യപ്രതിജ്ഞ. മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 പേർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുന്നത് 2026 മെയ് മാസം 18-ാം തീയതിയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 പേർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തെന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ ആദ്യ സഭാ സമ്മേളനം അല്ലെ, 16ാം കേരള നിയമസഭ ആദ്യമായി സമ്മേളിച്ചതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2026 മെയ് മാസം 21-ാം തീയതിയാണെന്ന കാര്യം കൂടി എന്ത് ചെയ്യുക? അവിടെ ഒന്ന് ഓർത്ത് വച്ചേക്കുക. അത്രയും ഡേറ്റ് ഒന്ന് ഓർത്ത് വച്ചേക്കുക. അടുത്ത പോയിന്റ്, രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തുള്ള വ്യക്തിയാണ്? ഇതൊരു പഴയ ചോദ്യമാണ്. 2022 ചോദിക്കേണ്ട ചോദ്യമാണിത്. കാരണം 2022 ജൂലൈ മാസമാണ് അവരെന്ത് ചെയ്യുന്നത്? ഇന്ത്യയുടെ രാഷ്ട്രപതിയായി അധികാരം ഏറ്റെടുക്കുന്നത്. ഒഡീഷയാണ് സ്വദേശം. ഒഡീഷയാണ്. രാജ്യത്തിന് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ പ്രസിഡന്റ് കൂടിയാണ് ഈ പറയുന്ന ദ്രൗപദി മുർമു എന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്തു വെച്ചേക്കുക. അടുത്ത പോലെ സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്നാണ് ചോദ്യം. സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് ചോദിച്ചപ്രമാരാണ് വിവരാവകാശം വി എന്ന് പറഞ്ഞു. വിവരാവകാശം വിയുടെ അവിടെ നിന്ന് കണക്ട് ചെയ്യാം. വി ഹരി നായർ ആണ് നിലവിൽ മുഖ്യ വിവരാവകാശ കമ്മീഷൻ. അങ്ങനെയെങ്കിൽ ദ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ, ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് രാജ്കുമാർ ഗോയൽ ആണ് അല്ലേ. രാജ്കുമാർ ഗോയലാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. രാജ്കുമാർ ഗോയലാണെന്ന കാര്യം ഓർക്കുക. അങ്ങനെയെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്നറിയപ്പെടുന്ന ആരാണ്? അത് അലക്സാണ്ടർ തോമസ് ആണ് കേട്ടോ. അത് അലക്സാണ്ടർ തോമസ് ആണ്. അപ്പൊ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്നറിയപ്പെടുന്ന അലക്സാണ്ടർ തോമസും. അപ്പൊ അങ്ങനെയെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര് എന്ന് ചോദിച്ചപ്പോൾ വി രാമസുബ്രഹ്മണ്യനാണ് കേട്ടോ. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്നറിയപ്പെടുന്ന ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ രാജ്കുമാർ ഗോയൽ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ എന്നറിയപ്പെടുന്ന വി ഹരി നായർ. അങ്ങനെയെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ തോമസ് ആണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അത്രയും പോയിന്റ് അവിടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അങ്ങനെയെങ്കിൽ അസാമിൽ നടന്ന 79ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ആര് എന്നാണ് ചോദ്യം. ഞാൻ മുന്നേ പറഞ്ഞു അത് സർവീസസ് ആണല്ലേ.
ഈ പറയുന്ന സർവീസസ് ആണ് ആസാമിൽ നടന്ന 79ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടുന്ന സർവീസാണ്. അവിടെ റണ്ണറപ്പായി മാറുന്നത് ആരെന്ന് വെച്ച് പറഞ്ഞത് കേരളമാണ് അവിടെ റണ്ണറപ്പായി മാറുന്നത്. അത് പറയുമ്പോൾ രഞ്ജി ട്രോഫി പഠിക്കണം. രഞ്ജി ട്രോഫി കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. രഞ്ജി ട്രോഫി എന്ന് പറയുന്നത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ടൂർണമെന്റാണ് രഞ്ജി ട്രോഫി. ആ രഞ്ജി ട്രോഫി ഏറ്റവും കൂടുതൽ 2025-26 സീസണിലെ രഞ്ജി ട്രോഫി ചാമ്പ്യന്മാരായി മാറിയത് ആര് എന്ന് ചോദിച്ചപ്പോൾ ജമ്മു ആൻഡ് കാശ്മീറാണ്. ശ്രദ്ധിക്കുക, ജമ്മു ആൻഡ് കാശ്മീറാണ് 2023-26 സീസണിലെ ചാമ്പ്യന്മാരായി മാറുന്ന ജമ്മു കാശ്മീറാണ്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? റണ്ണറപ്പായി മാറുന്നത് കർണാടകമാണ്. അങ്ങനെ ജമ്മു കാശ്മീരിന്റെ ചരിത്രത്തിലെ ആദ്യ കിരീടം കൂടിയാണ്, ഫസ്റ്റ് ടൈറ്റിൽ. ജമ്മു കാശ്മീരിന്റെ കരിയറിലെ തന്നെ, അവരുടെ ചരിത്രത്തിലെ തന്നെ ആദ്യ കിരീടമാണിതെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്തു വെച്ചേക്കാം. അങ്ങനെയെങ്കിൽ 2026 പുരുഷ T20 ലോകകപ്പ് ചാമ്പ്യന്മാരായി മാറിയത് ഇന്ത്യയാണ്. അവിടെ ആരെയാണ് റണ്ണറപ്പായി മാറുന്നത്? ആരാണ് നമ്മളത് പരാജയപ്പെടുത്തിയത്? ന്യൂസിലാൻഡ് അല്ലേ. ന്യൂസിലാൻഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പരാജയപ്പെടുന്നത്. ഇനി ഇതേ ജനുവരി മാസം തന്നെ അണ്ടർ-19 19 വയസ്സിന് താഴെയുള്ളവരുടെ ലോകകപ്പ് നടക്കുന്നുണ്ട്, വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. അവിടെ കപ്പടിച്ചത് ആര് എന്ന് ചോദിച്ചപ്പോൾ അത് ഇന്ത്യയാണ് കപ്പടിക്കുന്നത്. അവിടെ റണ്ണറപ്പായി മാറിയത് ആര് എന്ന് ചോദിച്ചപ്പോൾ അത് ഇംഗ്ലണ്ടാണ്. അവിടെ റണ്ണറപ്പായി മാറുന്ന ആരാണ്? ഇംഗ്ലണ്ടാണ്. അതുപോലെ 2025 വനിതാ ലോകകപ്പ് വിമൺസ് വേൾഡ് കപ്പിൽ ചാമ്പ്യന്മാരായി മാറുന്നത് ഇന്ത്യയാണ്. അവിടെ റണ്ണറപ്പായി മാറിയത് ആരെന്ന് വെച്ച് പറഞ്ഞത് ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ, ദക്ഷിണാഫ്രിക്ക. അപ്പോൾ ഒന്നും കൂടി രഞ്ജി ട്രോഫി പറഞ്ഞു. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് 2025-26 സീസണിലെ ചാമ്പ്യന്മാരായി മാറുന്നത് അത് ജമ്മു കാശ്മീറാണ്. അവിടെ ആരാ പരാജയപ്പെടുത്തിയത്? ജമ്മു കാശ്മീർ കർണാടകത്തെ പരാജയപ്പെടുന്നു. ജമ്മു കാശ്മീരിന്റെ ചരിത്രത്തിലെ ആദ്യ രഞ്ജി ട്രോഫി കിരീടമാണിത്. അത് പറഞ്ഞപ്പോൾ 2026 പുരുഷ 2020 ലോകകപ്പിന്റെ വേദി ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിരുന്നു. അവിടെ കപ്പടിച്ചത് ഇന്ത്യയാണ്. അവിടെ നമ്മൾ ന്യൂസിലാൻഡിനെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. ഇനി അണ്ടർ-19 19 വയസ്സിന് താഴെയുള്ള ലോകകപ്പ് നടന്നത്, ലോകകപ്പിന്റെ അത് കപ്പടിച്ചത് ആരാണ്? ഇന്ത്യയാണ് കപ്പടിക്കുന്നത്. ആരെ പരാജയപ്പെടുത്തി? ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തുന്നു. അതുപോലെ 2025 വിമൺസ് വനിതകളുടെ വേൾഡ് കപ്പ് അത് നമ്മൾ കപ്പടിക്കുന്നത് ഇന്ത്യയാണ്. അവിടെ നമ്മൾ ആരെ പരാജയപ്പെടുത്തി? ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുന്നു. അടുത്ത പോയിന്റ്, പ്രിലിംസിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സെക്കൻഡ് ഫേസിലേക്ക് നമ്മൾ പോവാണ്. ഇത്രയും നേരം നമ്മൾ ഫസ്റ്റ് ഫേസിലെ ചോദ്യങ്ങളാണ് ഇത്രയും നേരം എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അത് നമുക്ക് കുഴപ്പമില്ലാത്ത ഏരിയയാണ്. ഒരു ചോദ്യം 1-2 ചോദ്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് പുനഃപരിശോധിക്കുകയാണെങ്കിൽ ഒരു ട്രോഫി ചോദിച്ചു അല്ലേ, ഒരു ട്രോഫി ചോദിച്ചു. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു നിയമനം ചോദിച്ചു. അതുപോലെ തന്നെ ഇത് ജനറലായിട്ട് നമുക്ക് പറയാം, ദ്രൗപദി മുർമു നമ്മുടെ പൊളിറ്റിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രപതിയുടെ സ്വദേശം അവിടെ നിന്ന് ചോദിച്ചതാണ്. പിന്നെ വീണ്ടും പൊളിറ്റിയിൽ നിന്ന് 16ാം കേരള നിയമസഭ 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിൽ ചോദിച്ചു. അപ്പോൾ ഇനിയുള്ള 5 കൊല്ലം 16ാം കേരള നിയമസഭ ഒരു അസറ്റാണ്, ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് പഠിച്ചു വെച്ചേക്കുക. അടുത്ത ഫേസിന് 3ഉം 4ഉം ഘട്ടത്തിൽ പോകുന്നവർ അതെന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഇത് സ്പോർട്സുമായി ബന്ധപ്പെട്ട GV രാജ നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ പറഞ്ഞതാണ്. GV രാജയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ധ്യാൻചന്ദ് പുരസ്കാരമൊക്കെ. അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ 2ാമത്തെ പരമോന്നതമായ കായികമതിയാണ് അർജുന അവാർഡ് അല്ലേ. അർജുന അവാർഡ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പരമോന്നതമായ 2ാമത്തെ കായികമതി. അപ്പോൾ സ്പോർട്സിന് ചോദ്യമുണ്ട്. ഒരു പുരസ്കാരം ചോദിച്ചു, കൃത്യമായിട്ടൊരു പുരസ്കാരം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വേദി, വീണ്ടും ഒരു വേദിയിലേക്കൊന്ന് വേദി ചോദിച്ചു. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു ഫാക്റ്റാണ്. ഇന്ത്യയിൽ ആദ്യ സ്പോർട്സ് മ്യൂസിയം കൊൽക്കത്ത. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യ ഘട്ടത്തിൽ എന്ത് ചെയ്ത് ചോദിച്ചു. ഇനി 2ാം ഘട്ടം നമുക്കൊന്ന് പരിശോധിക്കാം. 2ാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ആദ്യ ചോദ്യം വരുന്നു, ഇന്ത്യയിൽ എഥനോൾ ഉപയോഗിച്ച് ഓടുന്ന കാർ ആദ്യമായി പുറത്തിറക്കിയത് ഏത് കമ്പനിയാണ് എന്നാണ് ചോദ്യം. ഇത് ശരിക്കും പറഞ്ഞാൽ മാരുതി സുസുക്കിയാണ്. അപ്പോൾ ഇന്ത്യയിൽ എഥനോൾ ഉപയോഗിച്ചുകൊണ്ട് ഓടുന്ന കാർ ആദ്യമായിട്ട് പുറത്തിറക്കിയത് മാരുതി സുസുക്കിയാണ് എന്ന കാര്യം എന്ത് ചെയ്യുക, അവർക്കത് 2018 ഒരു ഫാക്റ്റാണിത്. മാരുതി സുസുക്കിയാണ് എഥനോൾ ഉപയോഗിച്ച് ഓടുന്ന കാർ പുറത്തിറക്കിയത്, മാരുതി സുസുക്കിയാണ്.
അടുത്ത പോയിന്റ്, കേരളത്തിലെ നിയമവകുപ്പ് മന്ത്രി. നമുക്ക് ഒന്നാമത്തെ പ്രിലിംസിന് മന്ത്രിമാരങ്ങനെ ചോദിച്ചില്ല, പകരം ഏത് തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന് ചോദിച്ചു അല്ലേ. എന്നാൽ ഇവിടെ കൃത്യമായിട്ട് ഇവിടെ 2-3 മന്ത്രിമാരെ ചോദിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കേരളത്തിലെ നിയമവകുപ്പ് മന്ത്രി ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിലവിൽ കേരളത്തിലെ നിയമവകുപ്പ് മന്ത്രി നമുക്ക് എല്ലാവർക്കും ഒരു നിയമം VD സതീശന്റെ എന്നിൽ നിന്ന് കണക്ട് ചെയ്യാൻ നിയമം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് നിയമം. അപ്പോൾ VD സതീശന്റെ മറ്റു വകുപ്പുകളിലേക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. VD സതീശന്റെ മറ്റു വകുപ്പുകളൊന്ന് പരിശോധിക്കാം നമുക്ക്. VD സതീശന്റെ മറ്റു വകുപ്പിലേക്ക് എന്ന് പറഞ്ഞാൽ വിയിൽ നമ്മൾ കണക്ട് ചെയ്തു വിഴിഞ്ഞം തുറമുഖം. അപ്പോൾ വിഴിഞ്ഞം തുറമുഖം എന്ന് കണക്ട് ചെയ്തു അല്ലേ, വിഴിഞ്ഞം തുറമുഖം. അപ്പോൾ തുറമുഖം വകുപ്പ് VD സതീശന്റെ വകുപ്പാണ്. ഈ ഡിയിൽ നിന്ന് കണക്ട് ചെയ്യാം ധനകാര്യം, എസിൽ നിന്ന് കണക്ട് ചെയ്യാം സയൻസ് ആൻഡ് ടെക്നോളജി അഥവാ ശാസ്ത്ര സാങ്കേതിക മേഖല, അവിടെ നിന്ന് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ എന്നിൽ നിന്ന് കണക്ട് ചെയ്യാം നിയമം എന്ന് കണക്ട് ചെയ്യാം. ഇതിന് പുറമെ ഒരു 4 വകുപ്പ് കൂടി ഓർത്ത് വെച്ചേക്കാം. ഒന്ന് ഇലക്ഷൻ, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ സർവീസസ്. അപ്പോൾ ഒന്ന് ഇലക്ഷൻ, പിന്നെ ഓൾ ഇന്ത്യ സർവീസസ്, പിന്നെ എയർപോർട്ട്, അതുപോലെ തന്നെ മെട്രോ റെയിൽ. അപ്പോൾ ഇലക്ഷൻ, ഓൾ ഇന്ത്യ സർവീസസ്, എയർപോർട്ട്, അതുപോലെ തന്നെ മെട്രോ റെയിൽ എന്നെല്ലാം ഈ പദവികളെല്ലാം കൂടെ ആരുടെയാണ്? VD സതീശന്റെ വകുപ്പുകളിലേക്ക് വരാം. ഇലക്ഷൻ, ഓൾ ഇന്ത്യ സർവീസസ്, എയർപോർട്ട്, മെട്രോ റെയിൽ, ഈ പദവികളും ഈ ഒരു വകുപ്പുകളും അദ്ദേഹത്തിന്റെ കീഴിലാണ് വരിക. ഇനി നമുക്ക് മറ്റുള്ളവരൊന്ന് പരിശോധിക്കാം. CP ജോൺ നമുക്കറിയാം ഗതാഗത വകുപ്പ് മന്ത്രിയാണ് അല്ലേ, പൊതുഗതാഗത വകുപ്പ് മന്ത്രിയാണ് CP ജോൺ. പൊതുഗതാഗതം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും റോഡ് ഗതാഗതം മാത്രമാണ്, നല്ല ജലഗതാഗതം ഉണ്ട്. അതുപോലെ തന്നെ MVD മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും അദ്ദേഹത്തിന്റെ കീഴിൽ വരിക. മോൻസ് ജോസഫ് നമുക്ക് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം. മോൻസ് ജോസഫ് എന്നാണ് പേര്. അവിടെ ജോസഫിന്റെ ജയിൽ നിന്നും ജലസേചനം കണക്ട് ചെയ്യാം. ഹെച്ചിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഹൗസിംഗ് കണക്ട് ചെയ്യാം. ഹൗസിംഗ് അഥവാ ഭവന നിർമ്മാണം അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാനെ കൊണ്ട് പറ്റും. അത് 2 വകുപ്പുകൾ. ഇനി മുരളീധരൻ കൃഷ്ണന്റെ പേരാണ് മുരളീധരൻ. അപ്പോൾ അമ്പലത്തിൽ നമ്മൾ ഈ മുരളീധരൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ എന്നാണ് ശരിക്കും പറഞ്ഞ അർത്ഥം. അപ്പോൾ വലിയൊരു ഭക്തനാണ് ഇദ്ദേഹം, അപ്പോൾ അമ്പലവാസിയാണ്. അപ്പോൾ നമുക്ക് ദേവസ്വം അവിടെ കണക്ട് ചെയ്യാം. ഈ അമ്പലത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈശ്വര ഭഗവാനെ 1000 ആരോഗ്യ സൗഖ്യം തരയണമേ എന്നാണ്. അപ്പോൾ ആരോഗ്യം, അതുപോലെ തന്നെ കുടുംബക്ഷേമം, അതുപോലെ തന്നെ ഒരു വകുപ്പുണ്ട് ആയുഷ് എന്താ? ആയുർവേദം, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി. അപ്പോൾ ആയുഷ് വകുപ്പ് മന്ത്രി K മുരളീധരനാണ്. ഓക്കെ അല്ലേ? അപ്പോൾ മറ്റ് മന്ത്രിമാരുടെ വകുപ്പെല്ലാം നമ്മൾ ഓടിച്ചു നോക്കി. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് വയോജന വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സംസ്ഥാനം, ഇന്ത്യയിൽ ആദ്യമായി വയോജന വകുപ്പ്, അതുപോലെ തന്നെ AI വകുപ്പ്, ഇതെല്ലാം ആരംഭിച്ചതാരാണ്? കേരളമാണ്. AI വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. പക്ഷേ ഈ പറയുന്ന വയോജന വകുപ്പിൽ ചെറിയൊരു ക്ലാരിറ്റി കിട്ടാനുണ്ട്. കാരണം ആദ്യം പറഞ്ഞു CP ജോൺ കൊടുക്കുകയാണെന്ന് ഈ വകുപ്പ്, പിന്നെ പറഞ്ഞു ഈ മുഖ്യമന്ത്രി വകുപ്പ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. ഇതുവരെ അതിനൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് വയോജന വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം ആരാണ്? ഈ പറയുന്ന കേരളമാണെന്ന കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് വയോജനങ്ങൾക്ക് വേണ്ടി ഒരു ക്ഷേമ ബോർഡ് രൂപീകരിച്ചതും ആര് തന്നെയാണ്? കേരളം തന്നെയാണ്. ഓക്കെ, കേരളം തന്നെയാണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്ത് വെച്ചേക്കുക. അടുത്ത പോയിന്റിലേക്ക് വരാം. ഗംഗാ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താഴെ പറയുന്ന പദ്ധതിയിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന് മുൻപും കേരള പേസ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, PQ ആണ്. അതെല്ലാവർക്കും അറിയാം, നവാമി ഗംഗ എന്നാണ് അല്ലേ. അപ്പോൾ ഗംഗാ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നവാമി ഗംഗ എന്ന് പറയുന്ന പദ്ധതി. ഈ ശുദ്ധീകരണം എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്ന 2 പോയിന്റ് പറഞ്ഞുതരാം. ഒന്ന്, ഓപ്പറേഷൻ തൂഫാൻ. കേരള സർക്കാർ കൊണ്ടുവന്ന, ഈ പറയുന്ന VD സതീശൻ സർക്കാർ വന്ന ശേഷം നടപ്പിലാക്കിയ 2 സുപ്രധാനമായിട്ടുള്ള പദ്ധതികളാണ്. ഒന്ന് ഓപ്പറേഷൻ തൂഫാനും, മറ്റൊന്ന് ഓപ്പറേഷൻ സീറോ എന്നോ പ്രോജക്റ്റ് സീറോ എന്നോ വിളിക്കാം. ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷനാണ്.
ലഹരി പൂർണ്ണമായും തുടച്ചു നീക്കം ചെയ്യുക, ലഹരിക്കെതിരെ അല്ലേ. അപ്പം ലഹരി പൂർണ്ണമായും തുടച്ചു നീക്കുക, ലഹരി പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ഓപ്പറേഷൻ വിളിച്ച പേരാണ് ഓപ്പറേഷൻ തൂഫാൻ. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്, ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. ഇനി ഓപ്പറേഷൻ സീറോ എന്ന് പറയുന്നത്, അപ്പം ലഹരിക്കെതിരെ ഇത് ആര് കൊണ്ടുവന്നത്? ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ കേരള പോലീസ്. കേരള പോലീസ് നടപ്പിലാക്കിയ പദ്ധതിയാണെങ്കിൽ ഇവിടെ ഓപ്പറേഷൻ സീറോയെ പറ്റി പറയുമ്പോൾ ആരാന്നറിയാമോ? ഓപ്പറേഷൻ സീറോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് അഴിമതി തടയുക, സംസ്ഥാനത്ത് അഴിമതി തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി വിജിലൻസ് വകുപ്പ് ആരംഭിച്ചതാണ്. അപ്പോൾ ഓപ്പറേഷൻ സീറോ അഴിമതി തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചതാ? വിജിലൻസ് വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷനാണ്. അപ്പോൾ അടുത്തിലോട്ട് പോകാം. നമാമി ഗംഗയാണ്, ഗംഗാ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതി. കേരളത്തിലെ 16ാം കേരള നിയമസഭയിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആര് എന്നാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി. രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം കൂടെ വരുന്നുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ. അപ്പോൾ 16ാം കേരള നിയമസഭ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തര മാത്രമല്ല, രമേശ് ചെന്നിത്തല അല്ലേ. രമേശ് ചെന്നിത്തലയെ പറ്റി പറയുമ്പോൾ രമേശ് ചെന്നിത്തല തല കണക്ട് ചെയ്യാം. തലയിൽ നമ്മൾ എന്ത് വെക്കും? തലയിൽ നമ്മൾ തൊപ്പി വെക്കും എന്ന് ഓർക്കുക. അപ്പൊ തൊപ്പി വെക്കുന്ന വകുപ്പുകളെല്ലാം രമേശ് ചെന്നിത്തലയ്ക്ക് സ്വന്തം. ഏതൊക്കെയാണ്? ഒന്ന് ആഭ്യന്തരം അല്ലേ, അതുപോലെ തന്നെ വിജിലൻസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, അതുപോലെ തന്നെ ജയില്. ഇനി ഒരു വകുപ്പുണ്ട്, കയർ. അദ്ദേഹം ആലപ്പുഴക്കാരനാണ്, ആലപ്പുഴയിലെ ഹരിപ്പാടാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം. അപ്പോൾ അദ്ദേഹത്തിന് കയർ, അവിടെ ആലപ്പുഴ കയർ വ്യവസായത്തിന്റെ മേഖലയാണ്. അപ്പോൾ കയർ വകുപ്പ് മന്ത്രിയും ആര് തന്നെയാണ്? ഈ പറയുന്ന ശ്രീ രമേശ് ചെന്നിത്തല തന്നെയാണെന്ന് കാര്യം എന്ത് ചെയ്യാം? അവിടെ ഓർത്ത് വെച്ചേക്കാം. മുരളീധരന്റെ വകുപ്പ് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞതാണ്, മുരളീധരന്റെ വകുപ്പ് ഞാൻ പറഞ്ഞു. പി കെ കുഞ്ഞാലിക്കുട്ടി കണക്ട് ചെയ്യാം. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വകുപ്പ് നമുക്ക് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം. കുഞ്ഞാലിക്കുട്ടി എന്ന് എഴുതുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു IT കിട്ടും അല്ലേ. അപ്പോൾ ആ ITയിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഐയിൽ നിന്നും ഇൻഡസ്ട്രി അഥവാ വ്യവസായം കണക്ട് ചെയ്യാം. ടിയിൽ നിന്ന് നമുക്ക് ടെക്സ്റ്റൈൽസ് കണക്ട് ചെയ്യാം. അതേ ടിയിൽ നിന്ന് നമുക്ക് ട്രേഡ് കണക്ട് ചെയ്യാം. അപ്പോൾ വാണിജ്യം, വ്യവസായം കണക്ട് ചെയ്യാം. ഇനി AI മറ്റൊരു വകഭേദമാണ്, IT മറ്റൊരു വകഭേദമാണ് IT അഥവാ വിവര സാങ്കേതിക വിദ്യ. അതിൻ്റെ മറ്റൊരു വകഭേദമാണെന്ത്? AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാൻ പറ്റും. ഇനി മൈനിങ് ആൻഡ് ജിയോളജി എന്നീ വകുപ്പുകളും ആര് തന്നെയാണ്? പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. ഇനി സണ്ണി ജോസഫിലേക്ക് വരാം. സണ്ണി ജോസഫിനെ പറ്റി പറയുമ്പോൾ സണ്ണി ജോസഫിന്റെ വകുപ്പുകൾ ഒന്ന് വൈദ്യുതിയാണ്. സൺ സൂര്യൻ. അപ്പൊ സൂര്യപ്രകാശം നമ്മൾ എന്ത് ചെയ്യും? വൈദ്യുതി കൊണ്ടുവരും. അപ്പൊ സൂര്യപ്രകാശം നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ഈ വൈദ്യുതി പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ആവശ്യമാണ് അല്ലേ. അപ്പൊ വൈദ്യുതി, അതുപോലെ തന്നെ പരിസ്ഥിതി. ഇനി ഒന്നുകൂടെ ഉണ്ട്, പാർലമെന്ററി കാര്യം. നമ്മുടെ കോഡ് ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്, ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്ന കോഡ് ഇങ്ങനെയായിരുന്നു. സൂര്യഭഗവാൻ വൈദ്യുതി നൽകി എല്ലാവരെയും പരിപാലിക്കുന്നു എന്നായിരുന്നു കോഡ്. അപ്പൊ സൂര്യഭഗവാൻ വൈദ്യുതി, അപ്പൊ വൈദ്യുതി കിട്ടി. പരിപാലിക്കുക, അവിടെ പരിയുടെ അവിടെ നിന്ന് പരിസ്ഥിതി കിട്ടി. പാലനം, അവിടെ നമുക്ക് പാർലമെന്ററി കാര്യവും കിട്ടി. അടുത്തത് ഒരു പഴയ ഒരു ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ. 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. അത് ഓപ്ഷൻ ഡി, നഞ്ചിയമ്മയാണ്. നമുക്കറിയാം നഞ്ചിയമ്മ എന്ന് പറയുന്ന വനിത പാടിയ ആ പാട്ട് നമ്മുടെ അയ്യപ്പനും കോശിയും സിനിമയിലെ കളഗാത്ത എന്ന് പറയുന്ന ആ ഗാനമാണ്. ആ ഗാനത്തിനാണ് ഈ പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ അയ്യപ്പനും കോശിയും എന്ന് പറയുന്ന സച്ചിയുടെ സിനിമയുടെ ശരിക്കും ഒരു കോറായിരുന്നു നഞ്ചിയമ്മയുടെ ആ പാട്ടുകൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പം നഞ്ചിയമ്മയ്ക്കാണ് 2020 രാജ്യാന്തര മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടുന്ന നഞ്ചിയമ്മയാണ്. ചിത്രത്തിന്റെ പേര് അയ്യപ്പനും കോശിയും എന്നാണ് ചിത്രത്തിന്റെ പേര്. അയ്യപ്പനും കോശിയും എന്നാണ്.
അടുത്ത പോയിന്റ്, വീണ്ടും മന്ത്രിമാരെ ചോദിച്ചിരിക്കുന്നു. കേരളത്തിലെ ഇപ്പോഴത്തെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും തന്നിരിക്കുന്നു. തെറ്റായ ജോഡി, രമേശ് ചെന്നിത്തല നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ധനകാര്യമല്ല. അത് കാണുമ്പോൾ തന്നെ അറിയാം അതാണ് തെറ്റ്. ഓപ്ഷൻ എ ആണ് അപ്പോൾ ആൻസർ വരിക. അദ്ദേഹത്തിന് ആഭ്യന്തരമാണ്. അപ്പോൾ ധനകാര്യമാരാണ് വി ഡി സതീശനാണ്. പി സി വിശ്വനാഥിന് വകുപ്പ് ടൂറിസം മാത്രമല്ല. പി സി വിശ്വനാഥിന്റെ പി സിയുടെ ആ സി കണക്ട് ചെയ്യാം. സി ഫോർ കൾച്ചർ, അതേ സി ഫോർ സിനിമ എന്ന് കണക്ട് ചെയ്യാം. അപ്പൊ കൾച്ചർ അഥവാ സാംസ്കാരികം സിനിമ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു. ഈ സാംസ്കാരിക കേന്ദ്രങ്ങൾ ഈ പറയുന്ന കണക്ക് അതെല്ലാം ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയായിരിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ നോക്കിയാൽ കൊട്ടിയൂർ ഒരു സാംസ്കാരിക കേന്ദ്രമാണ്, ടൂറിസ്റ്റ് പ്ലേസ്. ശബരിമല, അതുപോലെ തന്നെ നമ്മുടെ വേളാങ്കണ്ണി, അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ പൂരം, ഇതെല്ലാം. അപ്പോൾ സാംസ്കാരിക കേന്ദ്രങ്ങളെല്ലാം തന്നെ എന്തായിരിക്കും, ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിരിക്കും. അപ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് ആയിരിക്കും. അപ്പം നമുക്ക് കണക്ട് ചെയ്യാം എന്ത്, ടൂറിസം. നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാനെ കൊണ്ട് പറ്റും. പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായം പറഞ്ഞ സണ്ണി ജോസഫ് വൈദ്യുതി എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞു വെച്ചതാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോഴും സെക്രട്ടറി, അതൊരു വെറൈറ്റി ക്വസ്റ്റൻ ആയിരുന്നേ. ഓക്കെ, അതൊരു സത്യം പറഞ്ഞ ഒരു എന്താ പറയുക, കൃത്യമായിട്ട് പറഞ്ഞാൽ അതൊരു വെറൈറ്റി ക്വസ്റ്റൻ ആയിരുന്നു. കാരണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ നമുക്കറിയാം ആരാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പറഞ്ഞു പോയതാണ് വി രാമസുബ്രഹ്മണ്യനാണ് ഈ പറയുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. എന്നാൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് സെക്രട്ടറി ജനറൽ ആര് എന്നാണ്. സെക്രട്ടറി ജനറൽ ആരെന്നാണ് ചോദിച്ചത്, ശ്രീ ഭരത്. അത് വെറൈറ്റി ക്വസ്റ്റൻ ആണ്. അപ്പോൾ സെക്രട്ടറി ജനറൽ ശ്രീ ഭരത്ലാലാണ്. ഓക്കെ, ശ്രീ ഭരത്ലാൽ. ഓപ്ഷൻ ബി ആണ്, ശ്രീ ഭരത്ലാലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അടുത്തതിലോട്ട് നമുക്ക് പോവാം. സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് ഫ്രണ്ട്സ് എന്ന സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ കേരളമാണ്. ഈ ഫാക്റ്റ് 2021 ഫാക്റ്റാണ്. കേരള ഐ ടി മിഷനാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഫ്രണ്ട്സ് എന്ന സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം അത് കേരളമാണ്. 2021 ആ പദ്ധതി കൊണ്ടുവരുന്നത്, കേരള ഐ ടി മിഷൻ. അത് കണക്ട് ചെയ്തൊരു സാധനം പറയാം, കെ സ്മാർട്ട്. എന്താണ് കെ സ്മാർട്ട്? തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരംഭിച്ച ഒരു പ്ലാറ്റ്ഫോമാണ് കെ സ്മാർട്ട് എന്ന് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സേവനങ്ങളെല്ലാം തന്നെ ഒറ്റ കുടക്കീഴിലാക്കാൻ വേണ്ടി ആരംഭിച്ച ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരു ആപ്പാണ് ഈ പറയുന്ന കെ സ്മാർട്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ കേരളം എന്താണ്? നമ്മുടെ കേരളം എന്ന് പറയുന്ന ആപ്പ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഇതൊരു ഏകീകൃത പ്ലാറ്റ്ഫോമാണ്. കേരള സർക്കാരിൻ്റെ എല്ലാ മറ്റത് കെ സ്മാർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാത്രം. എന്നാൽ കേരള സർക്കാരിൻ്റെ മുഴുവൻ സേവനങ്ങളും ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏകീകൃത പ്ലാറ്റ്ഫോം അതാണ് നമ്മുടെ കേരളം. അപ്പോൾ കേരള സർക്കാരിൻ്റെ മുഴുവൻ സേവനങ്ങളും ലഭ്യമാക്കുന്ന ഒരു ഏകീകൃത പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. പ്ലാറ്റ്ഫോം കേരള സർക്കാരിൻ്റെ മുഴുവൻ സേവനങ്ങളും ലഭ്യമാക്കുന്ന ഏകീകൃത പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കേരളം. ഓക്കെ അല്ലേ? അപ്പോൾ കെ സ്മാർട്ട് പറഞ്ഞു, നമ്മുടെ കേരളം പറഞ്ഞു. ഇനി കെ ഫോൺ അറിയാമല്ലോ. ചെറിയ തോതിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാവർക്കും ചെറിയ പൈസയ്ക്ക് എന്ത് ലഭിക്കുക, ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കുന്ന ലക്ഷ്യത്തോട് ആരംഭിച്ച പദ്ധതിയാണ് കെ ഫോൺ എന്ന് പറയുന്നത്. കെ ഫോൺ അഥവാ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്നാണ് കെ ഫോൺ ഫോം. അവിടെ കെ ഫോൺ ബുദ്ധിയുള്ള ചോദ്യകർത്താവാണെങ്കിൽ കെ ഫോൺ ചോദിച്ചു കഴിഞ്ഞാൽ 4 ഓപ്ഷനും ഒരുപോലെ ഇടും. അവിടെ നമുക്ക് കേരള നമുക്ക് തെറ്റില്ല, ഫൈബർ നമുക്ക് തെറ്റില്ല, നെറ്റ്വർക്ക് നമുക്ക് തെറ്റില്ല. പക്ഷെ ഇവനുണ്ടല്ലോ ഈ ഒപ്റ്റിക്ക്, ഇവൻ നമുക്ക് പണി തരും. ഈ ഒപ്റ്റിക്ക് നമുക്ക് എന്ത് ചെയ്യും? പണി തരും. ഓർത്ത് വെച്ചേക്കുക, കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. കെ ഫോണിൻ്റെ ഭാഗ്യചിഹ്നം എന്ന് ചോദിച്ചപ്പോൾ അത് ഫിബോ എന്ന കടുവയാണ് കെ ഫോണിൻ്റെ ഭാഗ്യചിഹ്നം. അത് ഉദ്ഘാടനം ചെയ്തത്, കെ ഫോൺ എന്ന് പറയുന്ന പദ്ധതി
ഉദ്ഘാടനം ചെയ്തതെന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 ജൂൺ മാസം 5-ാം തീയതി പരിസ്ഥിതി ദിനത്തിൻ്റെ അന്നാണ് കെ ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ കിട്ടി. അടുത്ത പോയിന്റിലേക്ക് വരാം. ഒളിമ്പിക്സിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത ആദ്യ മലയാളി വനിതാ താരമാര് എന്നാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പോയിന്റാണ് PT ഉഷയാണത്. PT ഉഷയാണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വച്ചേക്കുക. PT ഉഷയാണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഒന്ന് ഓർത്ത് വച്ചേക്കുക. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സ്പോർട്സിൽ നിന്ന് വന്ന ഒരു പോയിന്റ് ആണ്. അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് വരാം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അഥവാ KCA ആസ്ഥാനം എവിടെയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആസ്ഥാനം അത് ട്രിവാൻഡ്രമാണ്. അത് പറയുമ്പോൾ 1-2 ആസ്ഥാനങ്ങൾ നോക്കിയേ. BCCI ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് BCCI അഥവാ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. BCCIയുടെ ആസ്ഥാനം എവിടെയാണ്? അത് മുംബൈ ആണ് അല്ലേ. BCCIയുടെ ആസ്ഥാനം മുംബൈ ആണ്. അങ്ങനെയെങ്കിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ എന്നറിയപ്പെടുന്ന ICCയുടെ ആസ്ഥാനം എവിടെ? അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ എന്നറിയപ്പെടുന്ന ICC അഥവാ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ അത് ദുബായ് ആണെന്ന് കാര്യം ഓർക്കുക. അത് പറയുമ്പോൾ നിലവിൽ BCCIയുടെ പ്രസിഡന്റ് ആര്? നിലവിൽ BCCIയുടെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ച പ്രമാണമാണ് അത് മിഥുൻ മൻഹാസ്. അങ്ങനെയെങ്കിൽ നിലവിൽ BCCIയുടെ സെക്രട്ടറി ആരെന്ന് ചോദിച്ച പ്രമാണമാണ് അത് ദേവജിത്ത് സായിക്കയാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ നിലവിൽ ഏകദിന ടീമിനെയും ടെസ്റ്റ് ടീമിനെയും നയിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ പറഞ്ഞമാരാണ് അത് ശുഭ്മാൻ ഗിൽ. അപ്പോൾ നിലവിൽ ഇന്ത്യയുടെ ഏകദിന ടീമിനെയും ടെസ്റ്റ് ടീമിനെ നയിക്കുന്നത് ശുഭ്മാൻ ഗില്ലും നിലവിൽ ഇന്ത്യയുടെ 2020 ടീമിനെ നയിക്കുന്നത് സൂര്യകുമാർ യാദവ് മാറി നിലവിൽ ശ്രേയസ് അയ്യരാണ്. ഓർക്കണം, അവിടെ ഇന്ത്യ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കോച്ച് ആര്, പരിശീലകൻ ആരെന്ന് വെച്ച പറഞ്ഞമാരാണ് അത് ഗൗതം ഗംഭീറാണെന്ന കാര്യം കൂടി ഓർക്കുക. സെറ്റ്. അടുത്തത് അവസാനത്തെ ചോദ്യമാണ്. നമ്മുടെ ചർമ്മരോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രോഗി ഈ സഞ്ജീവനി സേവനം ഉപയോഗിക്കുന്നു. രോഗിയുടെ സമ്മതത്തോടെ ഡോക്ടർ രോഗിയുടെ പൂർവ്വകാല ഡിജിറ്റൽ ചികിത്സാ രേഖകളും മരുന്നുകുറിപ്പുകളും പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്തരം വിവരങ്ങൾ ഡിജിറ്റലായി ലഭിക്കാൻ സഹായിക്കുന്ന സംവിധാനം താഴെ നൽകിയതിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഇതെൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2019-20 കാലഘട്ടത്തിൽ കോവിഡൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്തിൽ കൊണ്ടുവന്ന ഒരു സ്കീമാണ് ഈ പദ്ധതി എന്ന് പറയുന്നത്. നിങ്ങളുടെ ഡിജിറ്റൽ രേഖ ഒരു 14 അക്ക നമ്പർ ഉണ്ട്. നിങ്ങളുടെ സർവത്ര ആരോഗ്യരേഖകളും ആ നമ്പറിൽ അടിച്ചു കൊടുത്താൽ കിട്ടും. അതാണ് ഓപ്ഷൻ A ആണ് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ 2 ചോദ്യോത്തരങ്ങൾ, 2 അനാലിസിസും 2 ചോദ്യപേപ്പറിൻ്റെയും കറണ്ട് അഫേഴ്സും സ്പോർട്സും കൃത്യമായിട്ട് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് വലുതായിട്ട് അങ്ങോട്ട് കേരള PSC പാടാക്കിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഒരു 90% നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. 1-2 ചോദ്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖല കൂടിയാണ്. ഇപ്പോൾ രാജ്യസഭയുടെ ഒരു സെക്രട്ടറി ജനറൽ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ സെക്രട്ടറി ജനറലൊക്കെ ചോദിച്ചു. അത്തരം ചോദ്യങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അത് ഒഴിച്ചു നിർത്തി നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നമുക്ക് അറിയാവുന്നതും പലപ്പോഴും നമ്മൾ കണ്ടു പരിചിതമായിട്ടുള്ളതും പലപ്പോഴും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ മുന്നോട്ട് ആ ഒരു ക്ലാസ്സുകൾ, ഞാൻ വീണ്ടും പറയുന്നു, നമ്മളൊരു 7 മണിക്കൂറിൻ്റെ ഒരു മാരത്തോൺ ക്ലാസ്, ഒരു 7 hour മാരത്തോൺ ക്ലാസ് ഒരു വീഡിയോ ആണ് 10 ദിവസം മുൻപ് എടുത്തു വച്ചിട്ടുണ്ട്. ഏകദേശം കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് പ്രിലിംസിന് മുന്നേ അതായത് കൃത്യമായി പറഞ്ഞാൽ ജൂലൈ മാസം 17-ാം തീയതി ഒരു മാരത്തോൺ സെഷൻ, ലൈവ് മാരത്തോൺ സൈലം PSCയിൽ നടപ്പുണ്ട്. അവിടെ ഒരു 1.5 മണിക്കൂർ ക്ലാസ്സും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 8.5 മണിക്കൂറിൻ്റെ കണ്ടന്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് പോയാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാനെ കൊണ്ട് പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.